സമയത്ത് വന്ന ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം തന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. सुबह के समय इस प्लेटफॉर्म में आकर परमेश्वर को महिमा करने के लिए प्रभु दिया हुआ अवसर के लिए प्रभु का धन्यवाद करता हूँ. സംഭാഷണം കൂടെ പറയും രാവിലെ എഴുന്നേറ്റ് വന്ന് സ്തോത്രം ചെയ്യുന്നത് അവര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. थॉमसन पास्टर हमेशा कहता है कि जो भोर को उठ के आके प्रार्थना करने वाला परमेश्वर के द्वारा आशीष पाया हुआ लोग है. നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. परमेश्वर के द्वारा आशीष पाया हुआ लोग है. ഇന്ന് നമ്മുടെ ഏബലും ആശേറും നല്ല പാടി ഈ പ്ലാറ്റ്ഫോം നല്ല അടിച്ച് തകർക്കാൻ വലിയ സന്തോഷം തോന്നി എനിക്ക്. यमन और आशेर अच्छी तरह से गीतों के द्वारा जो आशीष भरा हुआ गीतों के द्वारा इस प्लेटफॉर्म को आशीषित किया है. എന്നാലും ഞാൻ ഒരു കാര്യം ഇങ്ങനെയാ ചിന്തിക്കുന്നത്. मैंने एक बात ऐसा विचार करता हूँ. മലയാളികളൊക്കെ ക്ഷീണിച്ചു. केरला वाला सब थक गया है. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന 50 വയസ്സിന് മേളിലുള്ളവരാണ് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. हमारा इस प्लेटफॉर्म में जो आने वाले लोगों में से 50 उम्र के जो ज्यादा लोग 50 उम्र से बड़ा है केवल उन्हीं लोगों के बैठा है. എന്നാല് അതില് താഴെയുള്ളവര് വളരെ കുറവാണ്. उसका नीचे जो उम्र वाला बहुत कम है. എന്നാൽ ഉത്തരഭാരതീയര് 50 വയസ്സിന് താഴെയുള്ളവരാണ് ഇത് കയറുന്നത്. लेकिन उत्तर भारत में जो है उन लोग 50 साल का नीचे है. നമ്മുടെ കേരളത്തിൽ നിന്ന് കാറ്റ് വടക്കേ ഇന്ത്യയിലേക്ക് വീശിയിരിക്കുക. केरला का जो हवा है जो उत्तर भारत की ओर फैल रहा है. വരുന്നവരെ ഉത്തരഭാരതീയരായിട്ട് വരുന്നവരെല്ലാവരും 50 വയസ്സിന് താഴെയുള്ളവരായി പ്ലാറ്റ്ഫോമിൽ വീഡിയോയിൽ വരുന്നു. क्योंकि उत्तर भारत के रहने वालों में से जो 50 उम्र से नीचे लोग है वीडियो में आता है. ദൈവം ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കും. परमेश्वर अपना काम करते ही रहेंगे. നമ്മൾ ക്ഷീണിക്കുമ്പോൾ ദൈവം വേറൊരാളെ എഴുന്നേൽപ്പിക്കും. जब हम थक जाता है परमेश्वर दूसरा व्यक्ति को खड़ा करता है. ദൈവത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തേ മതിയാകുകയുള്ളൂ. परमेश्वर को अपना काम करना ही है. ദൈവം തന്നെ ജനത്തിന് വേണ്ടി ഉണരും. परमेश्वर अपने लोगों के लिए जाग उठेंगे. കർത്താവിനെ ഉണർത്തുന്നവരാണ് ദൈവമക്കള്. परमेश्वर को जगाने वाला है परमेश्वर के संतान. അത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പത്രോസും ശിഷ്യന്മാരും ഉറങ്ങിയ കർത്താവിനെ ഉണർത്തിയെന്ന്. ऐसा कहता है कि जब पत्रोस और श्रेष्ठ चेले लोग हैं जो सो गया हुआ यीशु मसीह को जगाया. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് കിട്ടിയ ഭാഗ്യത്തിനായി സ്തോത്രം. हमारा प्रभु को प्रेम करने के लिए हमें मिला हुआ अवसर के लिए परमेश्वर को धन्यवाद करता हूँ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന രാജു പി നായർ പാസ്റ്റർ, തോമസ് പാസ്റ്റർ, ട്രാൻസ്ലേഷൻ ജോയി പാസ്റ്റർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. अवसर दिया हुआ राजू पास्टर और थॉमसन पास्टर और अनुवाद करने वाला जॉय पास्टर सभी को मैं प्रभु यीशु मसीह के नाम से धन्यवाद देता हूँ. രാജു പാസ്റ്റർ എന്ന് പറഞ്ഞത് മറ്റൊന്നും കണ്ടല്ല. രാജു പാസ്റ്റർ പ്രസംഗിക്കേണ്ടത് മാസത്തിൽ 2 പ്രസംഗം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജു പാസ്റ്ററുടെ പേര് ഞാൻ പറഞ്ഞത്. पास्टर के नाम इसलिए कहा है कि क्योंकि उनका जो महीना में 4 दिन का सेवकाई में 2 दिन का सेवकाई मुझे दे दिया है, इसलिए उनका नाम लिया. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. आज का वचन का मनन करने के लिए परमेश्वर दिया हुआ जो वचन है मत्ती का सुसमाचार 18 अध्याय उसके 18 आयत. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. तुम जो कुछ पृथ्वी में बांधेंगे वह स्वर्ग में भी बांधा जाएगा. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. और जो कुछ तुम पृथ्वी पर खोलेंगे वह स्वर्ग में भी खोला जाएंगे. ये बातें यीशु मसीह ने जो सच कहा. നമ്മള് സാധാരണ മലയാളത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയിൽ നിന്ന്. हम मलयालम में साधारण रीति से गीत गाता है, जो बंधन खुल जाएंगे, जो बांधा हुआ रस्सियां हमें तोड़ जाएंगे आराधना के बीच में. ഈ ബന്ധനം അഴിച്ചെങ്കിലേ അഴിയത്തുള്ളൂ. जो बंधन है उसको खोलेगा तो वो खुल जाएगा. ബന്ധനം കിടക്കുമ്പോൾ ബന്ധനം മുറുകിക്കൊണ്ടിരിക്കും, ബന്ധനം അഴിച്ചാൽ അഴിഞ്ഞുകൊണ്ടേയിരിക്കും.
जो बांधा हुआ है वह समय बीतते जाता है और गढ़ बांधे जाता है, लेकिन वो खोलेगा तो अपने आप खुल जाएंगे। അതിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. उसके लिए मत्ती का सुसमाचार 5वां अध्याय उसके 21वां आयतों से कुछ बातें करते हैं। കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. नंबर 5 के 21 में कहता है, तुम सुन चुके हो कि पूर्व काल के लोगों से कहा गया था कि हत्या ना करना, और जो कोई हत्या करेगा वह कचहरी में दंड के योग्य होगा। അപ്പോൾ അത് 10 കൽപ്പന മോശ ഇസ്രായേലിന് കൊടുത്തപ്പോൾ പറഞ്ഞ ഒന്നാണ് കൊല ചെയ്യരുത് എന്നുള്ളത്. मूसा के द्वारा इस्राएल लोगों को दिया गया हुआ 10 आज्ञाओं में से एक आज्ञा है जो हत्या ना करना। 22-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, 22 आयत में यीशु मसीह ने ऐसा कहता है, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന് അവിടെ ഇങ്ങനെ പറഞ്ഞു. परंतु मैं तुमसे यह कहता हूं कि जो कोई अपना भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा, और जो कोई अपने भाई को निकम्मा कहेगा वह महासभा के दंड के योग्य होगा, और जो कोई कहे अरे मूर्ख वह नरक की आग के दंड के योग्य होगा। 23-ാം വാക്യത്തിൽ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. और 23-24 कहता है, इसलिए यदि तू अपनी भेड़ वेदी पर लाए और वहां तू स्मरण करे कि मेरे भाई को मन में मेरी और कुछ विरोध है, तो अपनी भेड़ वही वेदी के सामने छोड़ दे और जाकर पहले अपने भाई से मेल मिलाप कर तब आकर अपनी भेड़ चढ़ा। അപ്പൊ അങ്ങനെ ഒരു നിയമം ഇന്ന് നമ്മുടെ ഇടയിൽ അതുപോലെ പാലിക്കാമെങ്കിൽ ഇന്ന് ആര് ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ഉപസിച്ചാലും പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല എന്നുള്ള ഒരു വലിയ സാധ്യതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. अगर आज इस समय में हम ऐसा नहीं करेगा तो हम जैसा जितने भी उपवास करे प्रार्थना करो उसका कोई छुटकारा ना होने वाला है। കാരണം കോപമില്ലാത്തതോ കോപം ഉണ്ടാകാത്തതോ മനുഷ്യനില്ല. क्योंकि जो गुस्सा ना करने वाला या गुस्सा ना आने वाला मनुष्य नहीं है। ഇന്ന് മനുഷ്യന്റെ സാമ്പത്തികമോ അല്ലെങ്കിൽ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസമോ വിദേശത്തുള്ളതായ സംവിധാനങ്ങളോ വെച്ചാണ് ഒരാളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് आज के समय में एक व्यक्ति को जो आदर देता है उसको हमें सलाम देता है कि वो विदेश के जो संपत्ति को देख के नहीं, उनके पास जो आर्थिक आशीषों देख के उन्हें आदर करते हैं। സാധാരണക്കാരാണ് അവരെ അത്ര ഗമനിക്കത്തില്ല. जो साधारण लोग है उनको इतना ध्यान नहीं देता है। ഒത്തിരി ഉദാഹരണം പറയാണ്. അങ്ങനെ ഒരാളെ നിസ്സാര എന്ന് പറയുകയോ അവൻ മൂഢനാണെന്ന് പറയുകയോ അല്ല അതുപോലുള്ള നിസ്സാര വാക്കുകൾ പറഞ്ഞാൽ നിന്നെ കൊണ്ടുവന്ന് തീക്കകത്തിടും എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. यहाँ पर प्रभु यीशु मसीह ये कहता है कि अगर तुम दूसरों को या भाई को निकम्मा कहेगा या अरे मूर्ख कहेगा तो तुम्हें जो आग के दंड की योग्य बनाएंगे। അത് വലിയ അഗ്നി തീയുള്ളതായ നരകത്തിൽ കൊണ്ട് തള്ളിയിടുമെന്നാ പറഞ്ഞത്. वह ऐसा कहता है कि जो आग से भरा हुआ जो नरक में उसको डाल दिया जाएगा। അങ്ങനെ ഇത് യേശു തമ്പുരാൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. यीशु मसीह खुद ही बोला हुआ वचन। അങ്ങനെയാണെന്ന് വരിയിൽ ഒരു മനുഷ്യൻ പോലും ദൈവസന്നിധിയിൽ നിൽപ്പാൻ കാണത്തില്ല.
ऐसा होगा तो एक व्यक्ति भी परमेश्वर के सामने खड़ा होने के लिए नहीं होगा। എന്നാൽ കർത്താവായ യേശു തന്നെ തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് താൻ തന്റെ ശിഷ്യന്മാരോട് ഈ വിഷയത്തെ കുറിച്ച് വീണ്ടും സംസാരിച്ചു. यीशु मसीह अपने जो सेवकाई के समय में अपने चेलों के साथ इस विषय के बारे में बातें किया है। അതാണ് 18-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. वो है हम 18 अध्याय में हम पढ़ते हैं। നമുക്ക് ഇടർച്ച വരുത്തുന്നതിനെ നമ്മൾ നീക്കിക്കളയണമെന്നാണ് 18-ാം അധ്യായത്തിൽ പറഞ്ഞത്. ये 18 अध्याय में ये कहा जाता है हमें जो तकलीफ देता है या हमें धोखा देता है उसको हमारे जीवन से हटा देना। അത് 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയത്. 18 अध्याय उसके 10वां आयत में ऐसा लिखा है, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. और देखो ചെറിയവരിൽ ഒരുത്തനെ इस छोटे में से हमें छोटा एक व्यक्ति को भी तो तुच्छ ना जानना। ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ആത്മീയ കോളത്തിലാണ്. ये सबसे ज्यादा हम देखते हैं कि आत्मिक लोगों के बीच में। ഈ ഞാൻ കേരളത്തിലെ ഞാൻ മലയാളികളുടെ ഇടയിലെ കാര്യമാണ് പറയുന്നത്. मैंने ये केरला के जो केरला वाले लोगों के बीच में क्या बातें करते हूँ। ഒരാളെ പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ മക്കൾ എവിടെ അത് ചോദിക്കും. ഒരാൾ UK-ലാ, ഒരാൾ ലണ്ടനിലാ, ഒരാൾ അമേരിക്കയിലാന്ന് പറയുമ്പോൾ ആ ആളിനെ സ്റ്റേജിലോട്ട് കയറ്റി വാനത്തോളം പുകഴ്ത്തും ഇവര്. जैसा पूछता है कि तुम्हारे बच्चे कहाँ है करके पूछने के समय एक लंदन में है, एक अमेरिका में, एक ऐसा फलाना विदेश जगह में रहता है करके बोलने के समय उस व्यक्ति को आदर देके बुला के स्टेज में बिठाता है। അവർക്ക് സാക്ഷി പറയാന്, പ്രബോധനം പറയാന്, പ്രസംഗിക്കാൻ എല്ലാ അവകാശവും കൊടുക്കും. उनको गवाही देने के लिए और प्रबोधन करने के लिए, संदेश देने के लिए भी अवसर देता है। കെട്ടിപ്പിടിച്ച് സ്റ്റേജിൽ വെച്ച് തന്നെ ഉമ്മ കൊടുക്കും. जो स्टेज में ही खड़ा करके उन्हें गला लगा के चुंबन देता है। എന്നാൽ മക്കൾ എവിടാ, അവർ ഉത്തരേന്ത്യയിലാ, സുവിശേഷ വേലക്കാരാന്ന് പറഞ്ഞാൽ ഈ ഉമ്മ കൊടുത്തത് തിരിച്ചെടുത്തോണ്ട് അവരങ്ങ് പോകും. लेकिन जो बच्चे लोग कहाँ है करके पूछने के समय उत्तर भारत में सुसमाचार का सेवकाइयां कर रहा है करके बोलने के समय जो दिया हुआ चुंबन भी वापस लेके चले जाता है। ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ള കാര്യമാ പറയുന്നത്. मैं इतना सालों में मैं देखा हुआ बातों को बता रहा हूँ। കാരണം ഇവര് വിദേശത്ത് ചെല്ലുമ്പോൾ അവർക്ക് പ്രസംഗപീഠം ഒരുക്കണം, നല്ല ആഹാരം ഉണ്ടാക്കണം, അവർക്ക് കാശ് കിട്ടണമെന്ന് വരും, അവരെ ഉയർത്തിയെങ്കിലേ സാധിക്കത്തുള്ളൂ. क्योंकि इन्होंने जब विदेश में जाने के समय उन्हें वहां पर सुसमाचार प्रचार करने के लिए स्टेज चाहिए और उसको अच्छा अच्छा भोजन मिलना चाहिए, उन्हें आदर करना चाहिए, इसलिए उनको ऊंचा उठाता है। കേരളത്തിലോ ഇന്ത്യയിലോ സുവിശേഷ വേലക്കാരനാന്ന് പറഞ്ഞാൽ ആരും മാനിക്കത്തില്ല, കാരണം ഒന്നും കിട്ടാൻ പാകില്ലെന്നാ പറഞ്ഞ്. क्योंकि भारत में अगर हमें उत्तर भारत में या सेवा सुसमाचार प्रचार करने वाला है करके बोलेगा तो वो कुछ आदर नहीं करता है, क्योंकि उन्हें कुछ मिलने वाला नहीं है। പക്ഷേ യേശു തമ്പുരാൻ പറയുന്നു, നിന്നെ താഴെ ഒരുവന്റെ കാര്യമാണ് പറയുന്നത്. हमें लेकिन प्रभु यीशु मसीह यही कहता है, तो हमें तुम्हारा जो सेवका परमेश्वर का सेवा करने वालों के बारे में लिखा है। നിന്റെ അത്രയും സാമ്പത്തികമോ, നിന്റെ അത്രയും വിദ്യാഭ്യാസമോ, നിന്റെ അത്രയും ആൾസ്വാധീനത ഇല്ലാത്ത ഒരാളാണ് കർത്താവിന്റെ വേലക്കാരനോ അല്ലെങ്കിൽ ഒരു കൂട്ടുവിശ്വാസിയോ എങ്കിൽ അവരെ നീ തുച്ഛീകരിക്കരുത്, അവനെ തുച്ഛീകരിക്കരുത്. जैसा यहाँ पर लिखा है कि या तुम्हारा जैसा उनका पास आर्थिक आशीष नहीं है, पढ़ा लिखा नहीं है, तुम्हारा तुल्य नहीं है करके अगर तुमको लगता है तुम उसको तुच्छ ना जान। അപ്പൊ അത് ഇന്ന് തുച്ഛീകരിക്കുന്നതാണ് ഇന്ന് ധാരാളം കാണുന്നത്. आज हम देखते हैं हर जगह में उसको तुच्छ जाना जाता है। അപ്പോൾ അത് 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. उसके आगे ये लिखा है कि हमें जो स्वर्ग में उनके दूत हमारे स्वर्गीय पिता के मुंह सदा देखते रहता है। അപ്പോൾ ഈ വലിയ സാമ്പത്തികമോ പഠിപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളിനെ അവര് തുച്ഛീകരിക്കുമ്പോൾ അവരുടെ ദൈവം തമ്പുരാന്റെ മുഖം അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അവര് വേദനിക്കുമ്പോൾ കർത്താവിന് വേദന വരും. आमेन। जो उनके तुल्य नहीं है, उन्हीं लोगों को तब आदर नहीं करता है, तुच्छ जाना जाता है, तभी वो परमेश्वर के चेहरे देखते हैं। तभी उन्हीं लोग जब दुख में हो जाता है, तभी परमेश्वर भी दुखित होता है। അതിന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചേർത്തു. इसी विषयों के बारे में जब प्रेरित पौलुस पत्र लिखने के समय 1 कुरिन्थियों के पत्र 6वां अध्याय उसके 3रे आयत में ऐसा लिखा है, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? यहाँ पर जो पौलुस पूछता है, क्या तुम नहीं जानते हैं कि हम स्वर्गदूतों को भी न्याय करेंगे? അപ്പോൾ ഈ ചെറിയ ഒരുവനായിരിക്കും സ്വർഗരാജ്യത്തിൽ പോകേണ്ടത്. तो ये छोटे में से छोटा एक व्यक्ति स्वर्ग राज्य में जाना है। അപ്പൊ ഈ ചെറിയവനാണ് ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നത്. ये जो छोटे में से छोटा है वो है परमेश्वर का आज्ञाकारी होके रहने वाला। അപ്പോൾ ഈ ചെറിയവര് ഈ മേലാന്മാർക്ക് പുച്ഛമാണ്, നിസ്സാരമായിട്ടാ കരുതുന്നത്. ये जो साधारण लोग है, उन लोग जो बड़े लोगों के सामने तुच्छ जाना जाता है। അപ്പോൾ അവരിരുന്ന് കരഞ്ഞാൽ, അവര് ദൈവത്തെ വിളിച്ചാൽ അവരുടെ മുഖം കർത്താവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. तो उनको अगर तुच्छ जाना चाहेगा, अगर वो रोएगा, उनको दुख होता है, जो परमेश्वर का चेहरा उनके साथ मिले रहता है। അതാണ് മത്തായി 18:11 വായിച്ചത്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. यहाँ पर हम पढ़ा है मत्ती का सुसमाचार 18 अध्याय उसके 11 आयतों में, जो हमें स्वर्ग में जो दूत ने स्वर्गीय पिता का मुंह सदा देखते रहता है। അപ്പോൾ ഈ പറയുന്നത് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ये जो बातें कहता है परमेश्वर के नाम पुकारने के लिए जो निकला हुआ केवल उन्हीं के लिए। ഇത് ലോക മനുഷ്യർക്കുള്ള പ്രമാണമല്ല. ये दुनिया का लोगों का व्यवस्था नहीं है। ഇത് ദൈവത്തെ വിളിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രമാണമാണ്. ये परमेश्वर को जो पुकारने वालों के लिए दिया हुआ नियम है। ഇപ്പോൾ ഒരാള് യേശു ക്രിസ്തുവിനെ വിളിക്കാനായിട്ട് ഇറങ്ങി, അവന് വലിയ വിദ്യാഭ്യാസമില്ല, കഴിവില്ല, പ്രാപ്തിയില്ല. പക്ഷേങ്കിൽ ആ പ്രാപ്തി ഇല്ലാത്തവനെ നീ തുച്ഛീകരിച്ചാൽ അവന്റെ മുഖം എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നത് നീ തുച്ഛീകരിക്കുന്നവൻ അറിയുന്നില്ല. हमें उनका पास जो प्राप्त नहीं है, उनके पास कोई दुनियादारी के संपत्ति नहीं है, वैसा लोगों को जब तो तुच्छ जाना जाता है, उनके परमेश्वर के साथ वो हमेशा मिलते रहता है, लेकिन तुम नहीं जानते। അപ്പൊ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ അത് അവിടെ വെച്ചു പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വന്നേ അത് ചെയ്യാവൂ എന്ന്. मत्ती का सुसमाचार 5वां अध्याय में हम देखा है कि तुम्हारे पास अगर ऐसा एक विषय है, तुम तुम्हारा वैदिक के पास वो बलिदान को रखकर तुम जाके माफी मांगने के बाद आगे बलि चढ़ा। അപ്പോൾ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി, ഒരു വലിയ ചിന്താക്കുഴപ്പമുണ്ടായി. लोगों के बीच में बड़ा एक चिंता हो गया, एक जो व्याकुल बात हो गया। അപ്പോഴാണ് കർത്താവ് വീണ്ടും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. तो प्रभु यीशु मसीह दोबारा इसी विषयों के बारे में जो बात कर रहा है, അപ്പോൾ അത് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് സ്പഷ്ടമായി പറഞ്ഞു. यहाँ पर जो मत्ती का सुसमाचार 18 अध्याय उसके 15 आयत में स्पष्ट रीति से कहता है, അവിടെ എഴുതിയിരിക്കുന്ന നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ ചെന്ന് സംസാരിക്കണം. यहाँ पर कहता है, यदि तेरा भाई तेरा अपराध करे तो जा और अकेला में बातचीत करके उससे समझा। അപ്പോൾ നമ്മൾ വായിച്ച ഒരു വാക്യം, ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്നാ പറഞ്ഞ്. हम इसके आधार में पढ़ा हुआ जो वचन है कि तुम धरती पर जो बांधा जाएगा स्वर्ग में भी बांधा जाएगा, धरती पर तू खोला जाएगा स्वर्ग में भी खोला जाएगा। കർത്താവിന് വേണ്ടി അധികം പ്രയത്നിച്ച് അധ്വാനിച്ച അനേക ദൈവദാസന്മാരിന്നുണ്ട്.
परमेश्वर के लिए बहुत परिश्रम किया हुआ, कष्ट उठाया हुआ बहुत सारे प्रभु का सेवक लोग आज के समय में भी है। അവർക്കെല്ലാം വലിയ നന്മകളും അനുഗ്രഹങ്ങളും മക്കൾ വിദേശത്തും വലിയ വീടും വലിയ കാറും ഒക്കെ വലിയ ആഡംബരമായിട്ട് അവരുടെ ജീവിതം. हमें उनका जीवन में ऐसा जो संपत्तियां बढ़ गया है कि उनके बच्चे लोग विदेश में है, उनको अच्छा घर गाड़ियां सब सुविधा ही मिलकर वो खुशी में रहते हैं। അത് ശൗലിന്റെ ദൈവകൃപ നഷ്ടപ്പെട്ടെങ്കിലും ശൗല് രാജസ്ഥാനം വിട്ടിട്ടില്ലല്ലോ. जैसे हम पढ़ते हैं शाऊल के जो आशीष है या उनके ऊपर का परमेश्वर का अभिषेक नष्ट हो गया है तो भी वो सिंहासन नहीं छोड़ा है। ദാവീദ് പാപം ചെയ്തെങ്കിലും ദൈവകൃപ നഷ്ടപ്പെട്ടില്ല. दावीद पाप किया है तो भी परमेश्वर का जो अनुग्रह से परे नहीं रहा। പക്ഷേ നടപടി അപ്പുറത്ത് കിടപ്പുണ്ട് അപ്പുറത്ത്. लेकिन उसका जो दंड है या उसका जो परिणाम है उसके पास पड़ा है। അത് ദാവീദിനോട് പറഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ ഗ്രഹത്തിൽ നിന്ന് ഒരു വാള് വിട്ടുമാറത്തില്ലെന്ന് പറഞ്ഞൊരു വാള്. दावीद से कहता है ये इसका जो परिणाम ये है कि तुम्हारे परिवार से एक तलवार नहीं हटेंगे। ആ വാള് കർത്താവായ യേശു ക്രിസ്തു വരെ നിലനിന്നു. उसी जो तलवार है प्रभु यीशु मसीह के आगमन तक लगी रहा है। അപ്പോൾ ആ വാള് തന്റെ കാലത്ത് തന്നെ തന്റെ മക്കളിൽ അത് വെളിപ്പെടാൻ തുടങ്ങി. उनका पास जो तलवार परमेश्वर कहाँ है उनके बच्चों का समय में भी वो प्रकट हुआ है। ദാവീദിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു തന്റെ മക്കൾ നശിക്കുന്നത്. दाऊद अपने आंखों के सामने देखा है अपने बच्चे लोग नष्ट हो जाता है। പാപം വിട്ടുമാറാതെ ദാവീദിനെ പിന്തുടരുക വീട്ടിൽ തന്നെ. पाप नहीं छोड़ते हुए दाऊद के पीछे कर रहा है उसके घर के अंदर। പക്ഷേ ദാവീദിന്റെ കാലത്തും പാപം ചെയ്തു, എന്നാലും ദൈവകൃപ വിട്ടുമാറിയില്ല. लेकिन दाऊद के समय में वो पाप किया है लेकिन परमेश्वर के अनुग्रह से दूर नहीं हुआ। ചില ബന്ധനങ്ങള് കെട്ടുകൾ അഴിച്ചഴിച്ചു പോകുന്നില്ല എങ്കിൽ തലമുറകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണേണ്ടി വരും. मैं कुछ बंधनों को खोलते खोलते आगे नहीं जाएगा तो उनका पीढ़ियां का जीवन में उस परेशानियों को देख सकेंगे। അതാണ് 18ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. वो है 18 आयतों में हम पढ़े हैं। അപ്പോൾ അതിന്റെ 15ാം വാക്യത്തിൽ പിന്നെ നമ്മൾ വായിക്കുന്നു, 15 आयतों में हम वापस ऐसा पढ़ते हैं कि നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റവന് ബോധം വരുത്തുക. यदि तेरा भाई तेरा अपराध करे तो जा और अकेला में बातचीत करके उसे समझा। അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. यदि वह तेरी सुने तो तूने अपने भाई को पा लिया है। ഈ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീക ബന്ധത്തിലെ സഹോദരന്മാരുടെ കാര്യമാണ്. ये भाई करके यहाँ पर लिखा है जो आत्मिक वातावरण में आत्मिक संगति में रहने वाला भाई लोगों के बारे में। യേശു തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിന് ജന്മം കൊടുത്ത മറിയ അമ്മ വിളിച്ചിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞു. जब यीशु मसीह क्रूस पर चढ़ाया गया तभी यीशु मसीह को जो जन्म दिया हुआ माँ मरिया है उनको देखकर योहन्ना से कहा है, देखो ये तेरा माँ है। യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞു. हमें मरिया से कहा ये तेरा बेटा है, യോഹन्ना से कहा ये तेरा माँ है। ആ നാഴിക മുതൽ യോഹന്നാൻ മറിയെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് വായിക്കുന്നത്. उसी समय से लेकर യോഹന്നാ मरिया को अपने घर पे लाया है करके वचन में लिखा है। അപ്പോൾ തന്നെ ഈ മറിയ പ്രസവിച്ച യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്ന 4 ആൺപിള്ളാര് വേറെ ഉണ്ട്. इस समय हम देखते हैं ये मरिया जन्म दिया हुआ याकूब, योसे, यूदा, ऐसे 4 लोग वहां पर है, 4 लड़का लोग। അവരുടെ സഹോദരിമാരും അവിടെ നിൽപ്പുണ്ട്. उनके जो बहन लोग भी वहां पर खड़े हैं। അപ്പോൾ അവരെ ഏൽപ്പിക്കാതെ ഒരു ആത്മീയ ശിഷ്യനെ യേശുവിന്റെ അമ്മയെ ഏൽപ്പിച്ചു എന്ന് അവിടെ കാണുന്നത്. इस मसीह का माँ को जो उनके हमें बच्चों के हाथों में नहीं देते हुए आत्मिक चेलों के हाथों में सौंपा दिया है। അപ്പോ അങ്ങനെ
ആത്മീയ സന്തതികളെ ആത്മീയരുടെ കാര്യമായി ഇവിടെ പറഞ്ഞ വാക്യം. वैसा आत्मिक संतानों के बारे में जो बोला हुआ है यह वचन, യേശു ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലന്മാര് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ മടിച്ചില്ല എന്ന്. आमेन। यीशु के वचन में ऐसा कहता है और प्रेरित लोग भी कहा है, वह अपने लोगों को भाई करके कहने के लिए इंकार नहीं किया। ഞാനോ നിങ്ങളോ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചവരാണെങ്കിൽ സഹോദരന്മാരുടെ ലിസ്റ്റിലാണ് ദൈവം നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. आमेन। मैं और आप जो परमेश्वर का सेवकाई के लिए निकला है तो वो जो भाइयों के झुंड में हमें उसमें हमें जोड़ा गया है। അത് താണവരുണ്ട്, വലിയവരുണ്ട്, ധനവാനും ദരിദ്രനും താണജാതിക്കാരും എല്ലാം ഒരു സഭയ്ക്കകത്തുണ്ട്. उसमें धनवान हो, दरिद्र हो और नीचे जात का हो, ऊपर जात का हो, सभी लोग कलीसिया के अंदर। എന്നാൽ അവരെ നീ തുച്ഛീകരിക്കരുതെന്നാണ് ഇവിടെ പറഞ്ഞ വാക്യം. लेकिन यहाँ पर यह वचन कहता है तुम उसको तुच्छ ना जानना। അവരെ തുച്ഛീകരിക്കാതിരിപ്പാൻ നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. उसको तुच्छ ना जानने के लिए तुम ध्यान देना है करके कहता है। അപ്പോൾ ഇവിടെ പറഞ്ഞു, അവനൊരു പ്രയാസം നിന്നിൽ ഉണ്ടായാൽ നീ നേരിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് അവനോട് പറയണം, സഹോദര അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതാ, നീ എന്നോട് മനഃപൂർവ്വം ക്ഷമിക്കണമെന്ന് അവനോട് പറയണം. यहाँ पर कहता है यदि तेरे भाई को ऐसा अपराध किया है तो तुम उसका घर पे जाके वो अकेले रहने के समय उन्हें समझाए, उन्हें बताए, ये भाई तुम दिल से मुझे माफ करना। അപ്പോൾ അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. यदि वह तेरी सुने तो तूने अपने भाई को पा लिया। 16 വാക്യം പറഞ്ഞു, കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക എന്ന് പറഞ്ഞു. तुम्हें कहता है यदि वह ना सुने तो और 1-2 जन को अपने साथ ले जा। അപ്പോൾ സഭയിൽ ഒരു വിഷയമുണ്ടായി, നിസ്സാര കാര്യമായിട്ട് വലിയ കാര്യമായിട്ട് ആ ആൾ ഒറ്റയ്ക്ക് എന്ന് സഹോദര എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനെ പ്രകോപിതനായി ഞാൻ പറഞ്ഞു പോയതാ എന്ന് നീ പറയുകയാണെങ്കിൽ ആ ആള് ക്ഷമിച്ചാൽ കർത്താവ് സ്വർഗത്തിൽ ആ കാര്യം ക്ഷമിച്ചു തരും. यदि तुम्हारे जीवन में ऐसा जो हो गया है तो तुम वो भाई के पास जाके, ये भाई मेरे गुस्सा से ऐसा जो बात निकला है, ये मेरे गलती से हुआ है, तुम मुझे माफ कर दो करके बोलने के समय अगर वो स्वीकार किया है तो स्वर्ग में भी उसका क्षमा किया जाए। നീ ക്ഷമ പറയാൻ അവിടെ ചെല്ലുമ്പോൾ നിന്റെ വാക്കിനെ മാനിക്കുന്നില്ല എങ്കിൽ നീ സഭയിൽ പറഞ്ഞിട്ട് സഭയിൽ 2-3 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലണം. यदि तू जाके उधर माफी मांगने के लिए जाएगा, वो तुम्हारा बातों को नाम माना है, तुम्हें नाम ही स्वीकार किया है तो कलीसिया में आके 1-2 जन को और लेके जाना। 17 വാക്യത്തിൽ പറയുന്നു, അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയെ നീ അറിയിക്കണം. यहाँ पर 17 में कहता है यदि वह उनको भी ना माने तो कलीसिया से कह दे। സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കും. पर यदि वह कलीसिया का भी ना माने तो उसे अन्य जाति और महसूल लेने वालों के ऐसा जाना। അപ്പോൾ ആ ബന്ധനം അഴിക്കുന്നതുമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? तो बंधन को खोलना, बंधन खुल जाने के बारे में आपको समझ में आ रहे क्या? അവൻ സഭയെ കൂട്ടാക്കാൻ മനസ്സില്ല, वो सभा को भी मानने के लिए तैयार नहीं है। അവൻ ഉടനെ കോടതിയെ സമീപിക്കുന്നത്. കോടതിയെ उसने अदालत को जाके अदालत के शरण लेती है। അങ്ങനെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അവൻ നിനക്ക് പുറം ജാതിക്കാരനെ പോലെ, എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിക്കാത്തവനെ പോലെ നിന്റെ കാര്യം. अगर वो जाके अदालत को शरण लेता है, कोर्ट को शरण लेता है तो उसको अपना भाई करके नहीं है, वो अन्य जाति के समान उसको रख देना। അപ്പോൾ ആ ഒരു ബന്ധനം അഴിയുന്ന കാര്യം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ കരുതുക. तो वो बंधन कैसा खुल जाता है करके वो बातों को तुमको थोड़ा तो समझ में आया करके मैं जानता हूँ। അതിന്റെ 18ാമത്തെ വാക്യം വന്നപ്പോൾ
उसके 18 आयत में आने के समय നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. और कहता है जो कुछ तुम पृथ्वी पर बांधेगा वह स्वर्ग में भी बांधा അപ്പോൾ रहेगा। അതിന്റെ ഒരു കെട്ടിന്റെ കാര്യമായി ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. का एक बांधाव के बारे में मैं तुम्हें अभी बताया। ആ ബന്ധനം നിലനിൽക്കുന്നത് ആ ബന്ധനം. हमें वो जो हमें बंधन है वो ऐसा स्थिर रहता है। ആ ബന്ധനം അഴിക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. उसी बंधन को खोलने के लिए धरती पर किसी को नहीं होता है, കാരണം ആ ബന്ധനം സ്വർഗത്തിൽ കെട്ടിക്കഴിഞ്ഞു. क्योंकि वह बंधन को स्वर्ग में बांधा गया है। ഭൂമിയിൽ അവന് കൊടുക്കാനുള്ളത് മുഴുവനും കൊടുക്കും. जो धरती पर रहने के समय उनको क्या क्या देना है सब कुछ दे देंगे। അവന് കിട്ടാനുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ദൈവം കൊടുക്കും. हमें उनको रहने के लिए सारे सुख विलास दे देता है। കാരണം ഇവിടെ കൊണ്ടവന് ദൈവത്തെ വിളിച്ചതിന് കൊടുക്കാനുള്ള അവകാശമായി കൊടുത്തു വിടുക. क्योंकि यहाँ पर वो परमेश्वर को पुकारा गया है, इसलिए उसको यहाँ पर जो कुछ देना है देके छोड़ देता है। ഒരിക്കൽ കെ എബ്രഹാം പാസ്റ്ററോട് ഒരു വിശ്വാസി വന്ന് പറഞ്ഞു, കെ എബ്രഹാം പാസ്റ്ററോട്, एक बार केरला का जो के अब्राहम पास्टर है उससे एक विश्वासी ने आके ऐसा कहा, ആ വിശ്വാസിയുടെ ഒരാടിനെ പിടിച്ച് വേറെ ഒരു വിശ്വാസി അറുത്ത് ഭക്ഷിച്ചു. ये विश्वासी का एक बकरी थी, उसको दूसरे एक विश्वासी ने पकड़कर काट के जो बना के खा लिया। ആടിന്റെ ഉടമസ്ഥൻ ചെന്ന് ആടിനെ മോഷ്ടിച്ച് ആടിനോട് എന്ന് ചോദിച്ചപ്പോൾ അവർ തമ്മിൽ കലഹമായി. जिसका जो बकरी था उसने जाके जो चोरी किया व्यक्ति से पूछने के लिए गया है, तो उसके दोनों का बीच में झगड़ा हो गया। അപ്പോൾ ഈ ആടിന്റെ ഉടമസ്ഥൻ വന്ന് കെ എബ്രഹാം പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, जो बकरी का मालिक है वो आके ये के अब्राहम पास्टर से कहा, അപ്പൊ ആടിൻ്റെത് പൊക്കോട്ടെ, അവരെന്നെ ചീത്തയും വിളിച്ചേച്ച് അടുത്ത ഞായറാഴ്ച വന്ന് സഭയെ വന്ന് കർത്തൃമേശ എടുത്തെന്ന് പറഞ്ഞു. उसने ऐसा कहा, देखो पास्टर जी वो मुझे मेरा बकरी को भी पकड़ के खा लिया और मुझे गाली भी दिया, दूसरा अब तक कलीसिया में आके प्रभोज ली। അപ്പോൾ കെ എബ്രഹാം പാസ്റ്റർ പറഞ്ഞു, സഹോദര നീ ഭാരപ്പെടണ്ട, അവൻ കർത്താവിന്റെ മേശയല്ല എടുത്തത്, ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയുമായിരുന്നെന്ന് പറഞ്ഞു. उसने वो भाई से कहा, पास्टर ने भाई से कहा, भाई तुम चिंता मत करो, उसने जो प्रभु का मेष के भागीदार हुआ है, इसके मतलब उसके खाने पीने के द्वारा अपने ऊपर दंड लाया है। അപ്പോൾ അവൻ ശിക്ഷാവിധി എടുക്കുന്നത് പറഞ്ഞ് നീ പോയിരുന്ന് പ്രാർത്ഥിക്കാന് അപ്പച്ചൻ പറഞ്ഞു വിട്ടു. उन्होंने ऐसा बोल के भेजा है, तुम जाके प्रार्थना करो, उसने अपने आप को जो दंड ले लिया। എന്നാൽ വിറ്റേ ആഴ്ച അവനെ ഒരാന ചവിട്ടി കൊന്നു. दूसरा अब तक क्या हो गया, एक हाथी ने उसको लात मार के मार डाला। പൗലോസ് കർത്താവിന്റെ തിരുമേശയോടുള്ള ശുശ്രൂഷയിൽ പറഞ്ഞു, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ മേശ സംബന്ധിച്ച് അവൻ കുറ്റക്കാരനായി തീരുമെന്ന് പറഞ്ഞു. जैसे प्रभु प्रेरित पौलुस प्रभुज के विषय के बारे में बोलने के समय ऐसा कहा है कि अगर कोई भी अनुचित रीति से इस मेष में से खाए या पिए, वो परमेश्वर का शरीर के द्वारा वो दंड पाया जाता है। ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു എന്ന് പറഞ്ഞു. इसी कारण तुम में से बहुत सारे कमजोर होता है और कई सारे लोग बीमार हो जाता है। എല്ലാ രോഗവും രോഗമല്ല എന്ന് നമ്മൾ കരുതണം. सब बीमारियां जो बीमारी नहीं है करके आप समझना। എല്ലാ പ്രശ്നവും പ്രശ്നമല്ലെന്ന് കരുതണം. सब कुछ जो समस्या है वो एक ही समान समस्या है करके नहीं सोचना। ദൈവം നമ്മെ നിലനിർത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്. परमेश्वर में खड़ा करता है तो परमेश्वर का दया के द्वारा है। അവൻ നമ്മുടെ നായകനും നമ്മുടെ രക്ഷകനുമാണ്. അവനുമായിട്ടാണ് നമുക്ക് സംബന്ധമുള്ളത്. क्योंकि वह हमारा नायक है, वह हमारा उद्धार करने वाला है, हमारा जो काम है उन्हीं के साथ है। അത് 18-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. इसलिए 18 में कहता है, तुम जो मैं तुमसे सच कहता हूँ, जो कुछ तुम पृथ्वी पर बांधेगा वह स्वर्ग में भी बांधा रहेगा। നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിച്ചിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. और जो कुछ पृथ्वी पर तुम खोलेगा वह स्वर्ग में भी खोला जाएगा करके यीशु ने कहा है।
പത്രോസിന് വേണ്ടി സാത്താൻ 2 പ്രാവശ്യം സ്വർഗത്തിൽ ചെന്നു എന്നുള്ളത് ബൈബിൾ വായിക്കുന്നതാണ്. पत्रोस के लिए हमें शैतान ने 2 बार स्वर्ग में गया है करके हम पढ़ते हैं. പത്രോസിനെ തകർക്കാൻ സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ സാത്താൻ ചെന്നു എന്നുള്ളത് പത്രോസ് അറിഞ്ഞില്ല. पत्रोस को हमें नाश करने के लिए पत्रोस से परमेश्वर से अनुमति मांगने के लिए स्वर्ग में शैतान 2 बार गया है करके पत्रोस नहीं जानता है. പക്ഷെ കർത്താവ് കണ്ടു. കർത്താവ് 2 പ്രാവശ്യവും പത്രോസിന് വേണ്ടി അപേക്ഷിച്ചു ദൈവത്തോട്. लेकिन प्रभु यीशु मसीह को देखा है, इसलिए प्रभु यीशु मसीह पिता परमेश्वर से 2 बार उनके लिए विनती किया. നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ പരമാർത്ഥ മനസ്സോടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. अगर हम हमें परमेश्वर के सामने सच्चा दिल से खड़ा होने के लिए तैयार हुए तो हमारे लिए विनती करने के लिए प्रभु यीशु मसीह हमारे लिए मध्यस्थ होकर पिता के पास है. എനിക്ക് നല്ല പ്രാഗൽഭ്യവും ധൈര്യമുള്ളത് കൊണ്ടാണ് ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നത്. मुझे ये वचन बोलने के लिए हियाब है, मुझे हमें जो सामर्थ्य, इसलिए मैं ये वचन से बात करता हूँ. എന്റെ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് ഒരാൾക്ക് നൊന്തു, ഒരു പാസ്റ്റർക്ക്, ഒരു വിശ്വാസിക്ക്, ഒരു സെൻട്രൽ പാസ്റ്റർക്ക് നൊന്തു എന്ന് കണ്ടാൽ ഞാൻ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ക്ഷമാപണം ചെയ്തിട്ടുണ്ട്. आमीन. मेरे द्वारा अगर एक पास्टर को या सेंट्रल पास्टर हो, आमीन, और जो कोई व्यक्ति हो उनको अगर चोट पहुंचा है करके मुझे मालूम पड़ा है तो मैं उनके घर पे जाता हूँ. എന്നാൽ അത് അംഗീകരിക്കാത്ത ചില ഷഡഹൃദയമുള്ള ചില പാസ്റ്റർമാരുണ്ട്, വിശ്വാസികളുമുണ്ട്. लेकिन वो अंगीकार नहीं करता हुआ कोई जो पासवान है, कठिन दिल वाला कोई पासवान और विश्वासी लोग भी है. പിന്നെ അത് ദൈവത്തിന്റെ കൈകളിൽ വിട്ടുകൊടുക്കുകയേ ചെയ്യാൻ കഴിയത്തുള്ളൂ. फिर उसको परमेश्वर के हाथों में ही छोड़ दे सकता है. എന്നാൽ അവരെ എല്ലാം കർത്താവ് ദണ്ഡിപ്പിക്കുന്നത് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. लेकिन उन्हीं लोगों को परमेश्वर दंड देते हुए मैं अपनी आंखों से देखते रहता है. അപ്പൊ അത് കാണാനാണ് എനിക്ക് ദൈവം ജീവൻ തന്നിരിക്കുന്നത്. ये देखने के लिए परमेश्वर मुझे जीवन दिया है. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ वो मैं मेरे आंखों से देखते रहता हूँ. ഒരു വിഷയമുണ്ടായെങ്കിൽ പെട്ടെന്ന് ഞാൻ ക്ഷമ പറയും. अगर मुझसे ऐसा कुछ बात हुआ है तो मैं जल्दी क्षमा मांगता हूँ. എന്നാൽ അംഗീകരിക്കാത്ത ചില ഷഡഹൃദയമുള്ള ചില പാസ്റ്റർമാരുണ്ട്. लेकिन वो अंगीकार नहीं करते हुए, ना मानते हुए कुछ कठिन दिल वाला पासवान है. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉപയോഗശൂന്യമായത് വേസ്റ്റ് കൊട്ടയിൽ ഇങ്ങനെ തട്ടിയിടും. हम जो यूज करने के बाद हमें उन लोग जो उपयोग शून्य करके उसको हमें ऐसा जो कचरा का डब्बा में डाल दिया जाता. ഈ ഓഫീസിലൊക്കെ അങ്ങനെയുള്ള വേസ്റ്റ് പേപ്പർ ഇടാൻ ഒരു കൂട വെച്ചിട്ടുണ്ട് ഓഫീസിൽ. ऑफिस में हम देखते हैं कि ये वेस्ट पेपर सब डालने के लिए, कचरा सब डालने के लिए एक वहां पर एक बकेट रखा हुआ है. അതുകൊണ്ട് വേസ്റ്റ് തലതെടുത്തിടുകയോ അതല്ലെന്ന് ഒരു തീ കത്തിച്ച് കളയുകയോ ചെയ്യത്തുള്ളൂ. हमें उसमें डालते हुए सारे पेपर है जो लेके जाके कचरा डब्बा में डाल देता है, नहीं तो उसको जला देता है. ചില അധികാരികളെ ദൈവം തമ്പുരാൻ ഇതുപോലെ കച്ചറ കൂടക്കാത്തിരുന്ന ഒരു ദിവസം ഉണ്ടെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനും അവരുമായിട്ടൊരു വ്യവഹാരം ഉണ്ടായാൽ ഞാൻ ഓടിച്ചെന്നങ്ങ് ക്ഷമ പറയും. आमीन. इसलिए परमेश्वर भी ऐसा उनको उठा के कचरा डब्बा में डालने वाला है करके मैं जानता हूँ. इसी कारण मुझसे अगर कुछ तकलीफ हुआ है तो मैं जल्दी जाकर उनसे माफी मांगता हूँ. ആഗാറിന് അബ്രഹാം കൊടുത്തുവിട്ട് അപ്പവും വെള്ളവും തീർന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. आगार के हाथों में अब्राहम ने जो भेज दिया हुआ रोटी और पानी खत्म हो गया करके बाइबल में हम पढ़ते हैं. പക്ഷത് വരികിൽ ആഗാറിനും കൊച്ചിനും വെള്ളം കൊടുത്തു, എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ആയുഷ്കാലം എന്താകുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. आमीन. उनको वहां पर जो पानी दिया है, लेकिन उनके जिंदगी के आगे क्या होने वाला है करके वहां पर नहीं लिखा है. വീട്ടിലെ പ്രശ്നം കൊണ്ട് ഹാഗാർ ഗർഭിണിയായിരിക്കുമ്പോൾ ഓടിപ്പോയപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞായിരുന്നു. जब हमें हागार गर्भवती होकर रहने के समय घर का कुछ समस्या होने के कारण वो घर छोड़ के भाग गया, तभी परमेश्वर उन्हें दिया हुआ एक वायदा था. നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ഈ കൊച്ചൊരു വലിയ ജാതിയായി തീരുമെന്നൊരു വാക്ക് കൊടുത്തായിരുന്നു.
तुम्हारा पेट में जो बच्चे हैं वो बड़ा जाति बन जाएंगे करके एक वायदा दिया है। പിന്നെ അവരുടെ ആ കൊച്ചിനെ കുറിച്ചുള്ള പല കാര്യം ദൈവം തമ്പുരാൻ നേരിട്ട് പറഞ്ഞു. के बाद उस बच्चों के बारे में परमेश्वर कई सारे बातें उनके सामने बता दिया। ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിലെ വലിയൊരു സമൂഹം അറബ് രാജ്യങ്ങളിലാണ്. आज भी हमारे बंदकोस हमें लोगों के बीच में से ज्यादा लोग जो विदेश में हैं। അപ്പൊ ദൈവം ഒരാളെ കണ്ടു എന്ന് വരികിൽ ദൈവം അവരെ കുറിച്ചുള്ള ഭാവി കുറിച്ചു വെച്ചിട്ടുണ്ട്. परमेश्वर एक व्यक्ति को देखा है तो उनके भविष्य के बारे में परमेश्वर लिखी रखा है। നീ നരകത്തിൽ പോണോ, നീ സമ്പന്നനാകണോ, സ്വർഗരാജ്യം നിനക്ക് നഷ്ടമാകണോ, എല്ലാം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. भाई तुम स्वर्ग राज्य में जाना है तो धनवान होना है या तुम कैसा बन जाना है वो सब कुछ परमेश्वर पहले से लिखी रखा हो। അപ്പോൾ ഇവിടെ പറഞ്ഞത് നീ ഭൂമിയിൽ നിന്റെ കട്ടഴിക്കാമെന്ന് വരെ സ്വർഗത്തിലെ കട്ടഴിച്ചു തരാമെന്ന് പറഞ്ഞു. आमेन। इसलिए यहाँ पर जो लिखा है कि तुम धरती पर तुम्हारा बंधन को खोला जाएगा तो स्वर्ग में भी तुम्हारा बंधन खोला जाएगा। ആ ബന്ധനം നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ये धरती पर जो कुछ बंधन को खोला जाएगा वो स्वर्ग में भी खोला जाएगा करके वचन कहते हैं। എന്നിട്ട് അവിടെ ആ വാക്യം സ്ഥിരീകരിക്കാൻ ഒരു കാര്യം കൂടെ എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. यहाँ पर जो कहता है उस बातों को स्थिर करने के लिए परमेश्वर और एक शब्द को लिखा है, ये बातों को मैं तुम्हें सच सच कहता हूँ। ഔദ്യോഗികമായ ഒരു പേപ്പർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് റൗണ്ട് സീൽ അടിച്ചിട്ട് ആ അധികാരി അതിനകത്ത് സൈൻ ചെയ്യും. हमें जो आमेन ऑफिशियल या ऑफिस के द्वारा एक प्रधान कागज भेजता है तो उसमें एक राउंड सील लगा के उसमें साइन करके भेजता है। സീല് കൊണ്ട് മാത്രം ഒക്കത്തില്ല, അതിനകത്ത് സൈനും വേണം. हाँ, केवल सील चापा मार के या सील मार के देता नहीं है, उसमें हस्ताक्षर भी करता है। എന്നെങ്കിലേ ആ പേപ്പർ കൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. तो उस पेपर कुछ कीमती बन जाता है। എന്നിട്ട് 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 19 के बाद 19 आयत में ऐसा कहता है, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. फिर मैं तुमसे ये कहता हूँ, यदि तुम में से 2 जन पृथ्वी पर किसी बात के लिए जिसे वे मांगे एक मन के हो तो वह मेरे पिता की ओर से स्वर्ग में उनके लिए हो जाएगा। ഇത് ആത്മീയരുടെ കാര്യമല്ല പറഞ്ഞത്, ആത്മീയരുടെ കാര്യമോ പറഞ്ഞത്. मैं ये इसलिए कहता हूँ, ये आत्मिक लोगों के लिए आत्मिक विषय के बारे में कहता हूँ। ആത്മീയരുടെ ഇടയിലെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യമാണ് യേശു തമ്പുരാൻ പറയുന്നത്. यीशु मसीह जो बोलते हुए बातें हैं आत्मिक लोगों के बीच में का जो प्रश्न है वो समाप्त करने के लिए। എന്നിട്ട് 20 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. मत्ती 18:20 में ऐसा लिखा है, क्योंकि जहां 2 या 3 मेरे नाम से इकट्ठे होते हैं वहां मैं उनके बीच में होता हूँ। സകല ദുഷ്പ്രവർത്തിക്കും കൂട്ടു നിന്നിട്ട് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ സഹകരിച്ചിട്ട് ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് നേരിട്ടറിയാം. हमें सारे गलत कामों में सारे गंदा कामों को करके उसमें रहने वाला भी ये वचन बोल के प्रार्थना करते हुए मैं देखा है। ആ ആള് പ്രാർത്ഥിക്കുന്നത് എന്റെ അരിക്കൽ നിന്ന് ഞാൻ കണ്ടു കേട്ടിട്ടുണ്ട്. उसी व्यक्ति प्रार्थना करते हुए मेरे सामने मैंने उन्हें देखा हुआ है। ഒരിക്കൽ ഞങ്ങൾ കൂടെ നടന്ന സഭയിലെ ഒരു പ്രവാചകൻ വന്നു. एक बार हम जो सेवा करते हुए खलीशा में एक भविष्यद्वक्ता आया। സ്വന്തം ആങ്ങളെയും പെങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുക. हमें उनके जो उनके भाई बहन आजू बाजू में बैठा है। ഒരു അമ്മയുടെയും അപ്പന്റെയും മക്കളാ. एक ही माँ बाप का बच्चों है। ഭാര്യയോട് വന്ന് പെങ്ങളോട് വന്ന് പ്രവാചകൻ പറഞ്ഞു, നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ നിനക്കുണ്ട് എന്ന് പറഞ്ഞു. तो बहन से कहा, तुम्हारा जो नाश हमें होने वाला अवस्था देखने के लिए तुम्हारा कुछ लो है। അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി, ഇത് ഒരു വല്ലാത്തൊരു പ്രവചനമാണല്ലോ എന്ന്.
और सब लोग ऐसा आश्चर्यपूर्ण देखने लगा, क्योंकि ये आश्चर्यपूर्ण एक भविष्यवाणियां है। കാരണം ഈ സഹോദരി ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്. क्योंकि ये जो बहन है एक पासवान का पत्नी है। അപ്പൊ ഈ സഹോദരൻ തൊട്ടടുത്തിരിപ്പുണ്ട്. जो भाई है उसके पास ही बैठा है। എന്നാൽ അദ്ദേഹം പിന്നെയും പോയി പലരോട് പ്രവചനം പറയിച്ച് തിരിച്ചു വന്നു. लेकिन इसने गया और कई लोगों को भविष्यवाणी बोलने के बाद वापस आया। തിരിച്ചു വന്നിട്ട് ഈ സഹോദരിയുടെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, അത് മറ്റാരുമല്ല, നിന്റെ അമ്മയുടെ മകനാണെന്ന് പറഞ്ഞു. उसके बाद उसने घूम फिर के आके उनके सिर पे हाथ रख के बोला, तुम्हारा विरुद्ध जो सोचा हुआ दूसरा कोई नहीं है, तुम्हारा माँ के पेट से जन्म हो गया तेरा भाई है। നിന്റെ അമ്മയുടെ മകനാണെന്ന് പറയുമ്പോൾ തൊട്ടിരിക്കുന്നത് അമ്മയുടെ മകനായിരിക്കുന്നത്. हमें उसका भाई है करके बोलने के समय उनके पास बैठा है वो भाई। എന്നാൽ അവന്റെ കോപം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. उनका क्रोध दिन भर बढ़ते रहता है। ഏതായാലും ഭൂമിയിൽ അധികം നാൾ ജീവിച്ചിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. लेकिन ये धरती पर ज्यादा दिन जीने के लिए परमेश्वर ने अवसर नहीं दी। എന്റെ യേശു പറഞ്ഞു, ഭൂമിയിൽ നീ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. मेरा यीशु ने कहा है, जो कुछ तुम धरती पर बांधेगा स्वर्ग में भी बांधा जाएगा। എന്റെ യേശു പറഞ്ഞു, നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. मेरे यीशु मसीह ने कहा है, तुम जब धरती पर खोला जाएगा स्वर्ग में भी खोला जाएगी। പണ്ട് കാലത്ത് മാങ്ങാനം ജോസഫ് ഒരു ചാക്കോ പാഷിമരൊക്കെ വലിയ ഉണർവ് ഉപവാസ പ്രാർത്ഥന നടത്തുന്ന ആളാ. മാങ്ങാനം ജോസഫ് जोसेफ करके जो व्यक्ति है बहुत उपवास प्रार्थना चलाने वाला व्यक्ति था। അവരൊക്കെ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് അവരെ എല്ലാം പറഞ്ഞു വിടും. 1 മണിയാകുമ്പോ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. तो जब उपवास प्रार्थना का पहले सेशन होकर आशीर्वाद बोल के उन्हें विदा देता है, രാത്രിയിലത്തെ പ്രാർത്ഥനമായിട്ട് 9 മണി കൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു കഴിയും. रात को भी 9 बजे प्रार्थना करके आशीर्वाद बोल के भेज देता है। രണ്ടാമത് സെഷൻ ഇരിക്കുന്ന ഒരു കൂട്ടമുണ്ട് ആ കാലങ്ങളില്. उस समय में दूसरा सेशन में बैठने वाला एक झुंड आता है। മനസ്സുരുക്കമുള്ളവരെ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഇരുത്തത്തുള്ളൂ. जो मन में तैयार होके आने वाला केवल उन्हीं को उसी प्रार्थना में बिठाता है। അവര് അങ്ങോട്ട് പാടി ആരാധിച്ച് പ്രവചിച്ച് അവരുടെ ബന്ധനം അഴിയുന്നതും അഴിക്കുന്നതും എന്റെ കണ്ണാലെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. हमें उन लोग जो गीत गाकर आत्मा में आराधना करते भी कई सारी जगह में मैंने देखा है। ആ വാക്കാണ് പറയുന്നത്, എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. उन्हीं के बारे में यहाँ पर कहता है, मेरे नाम से 2 या 3 व्यक्ति जहाँ जमा होता है उनके बीच में मैं हूँ। എല്ലായിടത്തും യേശു വരത്തില്ല. ये सभी जगह में यीशु मसीह नहीं आता है। കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, എന്റെ വീട്ടിൽ എല്ലായിടങ്ങളിലും വരത്തില്ല അവര്. केरला में एक मुख्यमंत्री है, वो मेरे घर में हमें हमेशा आएगा नहीं। ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ട്, എല്ലായിടങ്ങളിലും പോകത്തില്ല. हमें इंडिया का एक प्रधानमंत्री है, वो सभी के घरों में नहीं जाता है। ഇപ്പോൾ UAE വിസിറ്റിംഗിന് അദ്ദേഹം പോയിരിക്കുക. UAE में विजिटिंग करने के लिए वो गया है। അവിടെ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് ഭായി 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 എന്ന് പറയും. उधर जाने के समय गला लगा के बोलेगा, ये भाई भाई करके पुकारेंगे। ഇവിടുത്തെ അനുയായികൾ പറയും, അവരെ ദേശത്തടുപ്പിക്കല് തട്ടിക്കളഞ്ഞേക്കാൻ പറയും. हमें उनके जो लोगों को कहेंगे उसको हमें पास नहीं लेना, उसको खत्म कर देना। ക്രിസ്തീയ രാജ്യങ്ങളിൽ ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ചു കൊടുക്കും, നല്ല തീറ്റി നിർണയിച്ചു പോരും. हमें क्रिश्चियन देश में जाके उन्हें गले लगाता है, वहां से अच्छा भोजन करके निकल जाता है। ആ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ പേര് കാണരുത്, തുടച്ചു നീക്കണമെന്ന് അവര് പറയുന്നത്. उन लोग ये कहा जाता है कि भारत में मसीहों का नाम निशानी ना रखना, उसको मिटा देना। എന്നാൽ യേശു തമ്പുരാൻ പറയുന്നു, നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നീ ബന്ധനം അഴിച്ച് കെട്ടുകൾ അഴിച്ച് നീ പ്രാർത്ഥനയ്ക്ക് ഇരിക്ക്, നിന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം തരും. लेकिन प्रभु यीशु मसीह कहता है, तुम्हारा सारे बंधनों को खोलकर हमें तो छुटकारा पाके प्रार्थना में बैठो, परमेश्वर तुम्हें आशीष करेगी। അത് ആത്മീക വിശ്വാസികളുടെ ഇടയിലെ കൂട്ടത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. तो आत्मिक जो लोगों के बारे में यहाँ पर कहा गया है। ആകയാൽ ഈ വചനം രാവിലെ നമ്മുടെ ഹൃദയത്തിന് ഒരു ചിന്തയ്ക്ക് കാരണമായി തീരട്ടെ.
इसलिए आज हमारा हृदय में ये वचन बड़ा विचार के कार्य करने के लिए होता है। സർവ്വദയാലുവായ ദൈവത്തിന്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കട്ടെ. सर्वदयालु परमेश्वर की अनुग्रह हम सभी के साथ बनी रहे। നല്ല ട്രാൻസ്ലേഷൻ ചെയ്ത ജോയ് പാസ്റ്ററെ കർത്താവിൽ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. Thank you. Praise the Lord. എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹവന്ദനം. सभी लोगों को प्रभु यीशु मसीह के नाम से प्रेम भरा हुआ सलाम। കർത്താവ് അനുവദിച്ചാൽ ഈ മാസം ഒരു പ്രസംഗം കൂടെ എനിക്കുണ്ട്. നമുക്ക് ഒന്നിച്ചിരുന്നത് ചിന്തിക്കാം. अगर प्रभु का इच्छा है तो ये महीना और एक बार एक मौका मुझे मिलता है, उस समय हम एक साथ बैठ के परमेश्वर के वचन को सुनेंगे। പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. थैंक यू पास्टर, थैंक यू। प्रेज द लॉर्ड। इन दिनों के वचनों के लिए मैं प्रभु को धन्यवाद करता हूँ। ये 2 दिन का जो संदेश है, कल का और आज का, ये 2 दिन का संदेश है। हमारे 4 बजे का मीटिंग में जो हम करते हैं उसी वचन के आधार है, उसका कंटिन्यू है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ 2 ദിവസത്തെ ശുശ്രൂഷയിൽ 2 ദേവദാസന്മാരെ ശുശ്രൂഷിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ 4 മണിക്കുള്ള ഞങ്ങളുടെ മലയാളം പ്രയറിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. അത് കണ്ടിന്യൂ ആയിട്ട് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദേവദാസന്മാരെ ദൈവം ധാരാളമായി ഞാൻ ഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കിടക്കാം. प्रेज द लॉर्ड। परमेश्वर का नाम का महिमा